വിദേശ ഫണ്ട് വാങ്ങുന്ന ഏജൻസികളെ സർക്കാർ നിരന്തരം ചോദ്യം ചെയ്യുന്നു. FCRA ലൈസൻസുകൾ റദ്ദാക്കുന്നു. വിദേശ പണം ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് ആവർത്തിച്ച് പറയുന്നു. പക്ഷേ അതേ ചോദ്യം RSSനോട് എന്തുകൊണ്ട് ചോദിക്കുന്നില്ല? ഇതാണ് ഇപ്പോൾ വലിയ രാഷ്ട്രീയ ചർച്ചയ്ക്ക് വഴിവെച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളായി കർണാടക മന്ത്രി പ്രിയങ്ക് ഖാർഗെ RSSന്റെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ച് നിരവധി ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ദ വോയറിൽ മുൻ മാധ്യമപ്രവർത്തകൻ NR മൊഹന്തിയുടെ ലേഖനം ശ്രദ്ധ നേടിയത്. ലേഖനത്തിന്റെ കേന്ദ്രവാദം വളരെ ലളിതമാണ്. സർക്കാർ വിദേശ ഫണ്ട് ലഭിക്കുന്ന നിരവധി NGOകളെ കടുത്ത പരിശോധനയ്ക്ക് വിധേയമാക്കുന്നുണ്ടെങ്കിൽ RSSന്റെ ധനസ്രോതസ്സും അതേ രീതിയിൽ പരിശോധിക്കേണ്ടതില്ലേ? ലേഖനം ആദ്യം ചരിത്രത്തിലേക്കാണ് പോകുന്നത്. 1948 മഹാത്മാഗാന്ധി വധത്തിന് ശേഷം അന്നത്തെ ആഭ്യന്തരമന്ത്രി സർദാർ വല്ലഭായ് പട്ടേൽ RSS നിരോധിച്ചിരുന്നു. അന്നത്തെ സർക്കാർ ഉത്തരവിൽ RSS അംഗങ്ങളുടെ ചില പ്രവർത്തനങ്ങളെക്കുറിച്ച് ഗുരുതരമായ വിമർശനങ്ങൾ രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് ലേഖനം ഓർമ്മിപ്പിക്കുന്നത്. പിന്നെ ചില നിബന്ധനകളോടെ നിരോധനം പിൻവലിക്കപ്പെടുകയും സംഘടന വീണ്ടും പ്രവർത്തനം ആരംഭിക്കുകയും ചെയ്തു. തുടർന്ന് ലേഖനം ഇന്നത്തെ സാഹചര്യത്തിലേക്ക് വരുന്നു. ഇന്ന് RSS രാജ്യത്തെ ഏറ്റവും വലിയ സാമൂഹിക സംഘടനകളിൽ ഒന്നാണ്. എന്നാൽ സംഘടന രജിസ്റ്റർ ചെയ്തിട്ടില്ലെന്നും സാധാരണയായി അംഗങ്ങളിൽ നിന്ന് ലഭിക്കുന്ന ഗുരുദക്ഷിണയാണ് പ്രധാന വരുമാനമെന്നുമാണ് RSS വിശദീകരിക്കുന്നത്. എന്നാൽ ഇത്ര വലിയ തോതിൽ പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ സാമ്പത്തിക വിവരങ്ങൾ പൊതുജനങ്ങൾക്ക് ലഭ്യമാകേണ്ടതല്ലേ എന്നാണ് ലേഖനത്തിന്റെ ചോദ്യം. ഇവിടെയാണ് ഏറ്റവും വലിയ ആരോപണം ഉയരുന്നത്. RSS വിദേശത്ത് നിന്ന് പണം സ്വീകരിച്ചിട്ടുണ്ടെന്നാണ് ലേഖനം പറയുന്നത്. ഇതിന് തെളിവായി പഴയ ചില പഠനങ്ങളും റിപ്പോർട്ടുകളും ലേഖനം ഉദ്ധരിക്കുന്നു. 2002 പ്രസിദ്ധീകരിച്ച ദ ഫോറിൻ എക്സ്ചേഞ്ച് ഓഫ് ഹേറ്റ് എന്ന റിപ്പോർട്ടിൽ അമേരിക്കയിലെ ഇന്ത്യ ഡെവലപ്മെന്റ് ആൻഡ് റിലീഫ് ഫണ്ട് എന്ന ചാരിറ്റിയിലൂടെ RSSുമായി ബന്ധപ്പെട്ട സംഘടനകൾക്ക് ധനസഹായം ലഭിച്ചതായി രേഖപ്പെടുത്തിയിരുന്നു എന്നാണ് ലേഖനത്തിന്റെ അവകാശവാദം. അന്നത്തെ റിപ്പോർട്ടിൽ കോടിക്കണക്കിന് ഡോളറിന്റെ സഹായം വിവിധ അനുബന്ധ സംഘടനകളിലേക്ക് എത്തിയെന്നാണ് പറയുന്നത്. അതുപോലെ 2021 പ്രസിദ്ധീകരിച്ച ഒരു റിപ്പോർട്ടും ബ്രിട്ടനിലെ ചില സംഘടനകളിൽ നിന്ന് RSS അനുബന്ധ സ്ഥാപനങ്ങളിലേക്ക് ഫണ്ട് ഒഴുകിയതായി ചൂണ്ടിക്കാണിച്ചിരുന്നുവെന്നും ലേഖനം പറയുന്നു. 2026 പ്രസിദ്ധീകരിച്ച മറ്റൊരു ഗവേഷണ റിപ്പോർട്ടും വിദേശത്ത് പ്രവർത്തിക്കുന്ന ചില ഹിന്ദു സംഘടനകൾ RSSുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങൾക്ക് ധനസഹായം നൽകിയെന്ന കണ്ടെത്തൽ മുന്നോട്ട് വച്ചതായി ലേഖനം അവകാശപ്പെടുന്നു. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ആരോപണങ്ങൾ ലേഖകൻ ഉദ്ധരിക്കുന്ന മുൻകാല റിപ്പോർട്ടുകളെ അടിസ്ഥാനമാക്കിയുള്ളവയാണ്. അവയെക്കുറിച്ച് RSSന്റെ ഔദ്യോഗിക പ്രതികരണം ഈ ലേഖനത്തിൽ വിശദമായി ഉൾപ്പെടുത്തിയിട്ടില്ല. അതിനാൽ ഇവ ആരോപണങ്ങളാണെന്നും ബന്ധപ്പെട്ട കക്ഷികളുടെ നിലപാടുകളും പരിഗണിക്കേണ്ടതുണ്ടെന്നും ഓർക്കണം. ലേഖനം മറ്റൊരു താരതമ്യം മുന്നോട്ട് വയ്ക്കുന്നു. വിദേശ ഫണ്ട് സ്വീകരിച്ചു എന്നാരോപിച്ച് നിരവധി NGOകളുടെ FCRA ലൈസൻസ് സർക്കാർ റദ്ദാക്കിയിട്ടുണ്ട്. ദേശീയ സുരക്ഷയും വിദേശ സ്വാധീനവും ചൂണ്ടിക്കാട്ടിയാണ് ഈ നടപടികളെന്ന് സർക്കാർ വിശദീകരിക്കാറുണ്ട്. അങ്ങനെയെങ്കിൽ വിദേശത്ത് നിന്ന് ഫണ്ട് ലഭിച്ചെന്ന ആരോപണം RSSനെ കുറിച്ച് ഉയരുമ്പോൾ അതും സമാനമായ പരിശോധനയ്ക്ക് വിധേയമാകേണ്ടതല്ലേ എന്നാണ് ചോദ്യം. ഇതുമായി ബന്ധപ്പെട്ട മറ്റൊരു ചർച്ചയും അടുത്തിടെ ഉയർന്നിരുന്നു. കഴിഞ്ഞ വർഷം RSS അമേരിക്കയിൽ ഒരു ലോബിയിങ് സ്ഥാപനത്തെ നിയമിച്ചതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. അതും സംഘടനയുടെ സാമ്പത്തിക സുതാര്യതയെക്കുറിച്ചുള്ള ചോദ്യങ്ങൾ ശക്തമാക്കിയെന്ന് ചില നിരീക്ഷകർ വിലയിരുത്തുന്നു. അതേസമയം അന്നത്തെ റിപ്പോർട്ടുകളെ RSS നിഷേധിച്ചിട്ടുണ്ടെന്നും ശ്രദ്ധിക്കേണ്ടതാണ്. അവസാനം ലേഖനം ചോദിക്കുന്ന ചോദ്യം ഇതാണ്: നിയമം എല്ലാവർക്കും ഒരുപോലെയാണെങ്കിൽ വിദേശ ഫണ്ടിന്റെ കാര്യത്തിൽ സർക്കാർ സ്വീകരിക്കുന്ന മാനദണ്ഡം എല്ലാ സംഘടനകൾക്കും ഒരേപോലെ ബാധകമാകേണ്ടതില്ലേ? അതോ ചില സംഘടനകൾക്ക് ഒരു നിയമവും മറ്റു ചിലർക്ക് മറ്റൊരു നിയമവുമാണോ? ഈ ചോദ്യമാണ് ഇപ്പോൾ രാഷ്ട്രീയ വേദികളിലും സോഷ്യൽ മീഡിയയിലും വലിയ ചർച്ചയാകുന്നത്. അതിന് മറുപടി നൽകേണ്ടത് സർക്കാരും ബന്ധപ്പെട്ട സംഘടനകളും തന്നെയാണ്.